സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നമ്മൾ കാണുന്ന നാളത്തെ വിശേഷത്തില് പല്ലവി ഒരു കാരണവശാലും സേതുവിന്റെ അടുത്തേക്ക് വിടല്. അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ പ്ലാൻ തയ്യാറാക്കണം എന്ന ആഹാരം കഴിക്കണ സമയത്ത് ഇന്ദ്രൻ പ്രതാപനോട് പറയുന്നുണ്ട്. ഇത് പക്ഷെ ഋതു ശ്രദ്ധിച്ചു. എന്തോ കുണിഷ്ടതരം അവിടെ ഇരുന്ന് ഒപ്പിക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ. അല്ലെങ്കിലും ഇന്ദ്രനോടൊപ്പം എന്തിനും ഏതും കൂട്ടു നിൽക്കുന്ന പ്രതാപനാന്നുള്ള കാര്യം ഋതുവിന് നന്നായിട്ടറിയാം. എന്തോ പ്ലാനിങ് നടത്തുന്നുണ്ട്. അതൊരിക്കലും നല്ല കാര്യം അല്ല എന്നും മനസ്സിലായി. ആ സമയത്തൊക്കെ ഇന്ദ്രന്റെ കണ്ണ് പല്ലവിയുടെ മുഖത്തായിരുന്നു. ഋതു അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. ഋതുവിന് നല്ല ദേഷ്യം വന്നു. കാരണം അവന്റെ കുഞ്ഞാണ് തന്റെ വയറ്റിൽ കിടക്കുന്നത്. എന്നിട്ടോ അവനിപ്പോഴും വേറൊരുത്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? തന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി. ഇവനെ പോലെയുള്ള ഒരുത്തന്റെ കുഞ്ഞാണല്ലോ. ഇവനെ പോലെയുള്ള ഒരുത്തനെയാണല്ലോ താന് തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച്. അതൊക്കെ ഓർത്തിട്ട് ഋതുവിന് തന്നോട് തന്നെ പുച്ഛം തോന്നുവാണ്. പിന്നീട് ഡോക്ടർ കറുത്ത പറഞ്ഞ കാര്യങ്ങളും മനസ്സിൽ വരുവാണ്. എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഇവൻ ഒരിക്കലും പല്ലവിയുടെ അടുത്തൊന്നും മാറിപ്പോവാൻ സാധിക്കില്ല. പല്ലവി ഉള്ള ഒരു ചുറ്റുപാടിൽ താമസിക്കാനാണ് ഇവനെ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സേതുവേട്ടൻ ലക്ഷ്മിയമ്മയുടെ അടുത്താണെങ്കിൽ പല്ലവി അങ്ങോട്ടേക്ക് പോകും. അതിവിന് ഇഷ്ടപ്പെടില്ലെന്നുള്ള കാര്യം ഋതുവിനും മനസ്സിലായി. അപ്പൊ അതായിരിക്കണം ചിലപ്പോൾ പുതിയ തന്ത്രം എന്നൊക്കെ ഋതു മനസ്സിൽ കരുതുകയും ചെയ്തു. ഈ സമയം സേതു ലക്ഷ്മിയമ്മയുടെ മുറിയിലേക്ക് എന്നു. എന്നിട്ട് പറഞ്ഞു, ഭാമ്മേ നമുക്ക് പുറത്തോട് ഇച്ചാലും നടക്കാന്ന് പറയണം. പക്ഷെ ലക്ഷ്മിയമ്മ പറഞ്ഞു, വേണ്ട ഞാനിവിടെ ഇരുന്നോളാന്ന് പറയണം. സേതുവിനും മനസ്സിലായി ലക്ഷ്മിയമ്മ സ്വയം ഒതുങ്ങിക്കൂടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഡോക്ടർ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞായിരുന്നു. അവര് മെന്റലി നല്ല വീക്കാണ്. ഫിസിക്കലി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും അപ്പൊ അവരെ മനസ്സിന് നല്ല സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ മനസ്സിന്റെ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് അതുപോലെ ഒരു അന്തരീക്ഷത്തിലേക്ക് വേണം കൂട്ടിക്കൊണ്ട് പോകാനെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒടുവില് സേതു നിർബന്ധിച്ച് ലക്ഷ്മിയമ്മയുടെ കയ്യിലേക്ക് പിടിച്ചു. ലക്ഷ്മിയമ്മ ആദ്യം ഒന്നും സമ്മതിച്ചില്ല. പിന്നീട് സേതുവിന്റെ നിർബന്ധത്തിന് വഴങ്ങേണ്ടതായിട്ട് വന്നു. അങ്ങനെ ലക്ഷ്മിയമ്മ കൊണ്ട് സേതു പുറത്തേക്ക് ഇറങ്ങി. പിന്നീട് ആ മുറ്റത്തൂടെയൊക്കെ ചുമ്മാ നടക്കുവാണ്. ഈ സമയം ലക്ഷ്മിയമ്മയോട് വാതോരാതെ സേതു ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പല്ലവിയെക്കുറിച്ച് തന്നെക്കുറിച്ച് എല്ലാം പറയുവാണ്. ഇതെല്ലാം ലക്ഷ്മിയമ്മ കേട്ടു. പിന്നീട് ലക്ഷ്മിയമ്മ സേതുവിനോട് ചോദിച്ചു, നിനക്ക് എന്നോട് ദേഷ്യമില്ലേ മോനെന്ന് ചോദിക്കുകയാണ്. ദേഷ്യമോ? എനിക്കെന്തിനാ അമ്മയോട് ദേഷ്യം? അല്ല, ശരിക്കും പറഞ്ഞാൽ നിന്നെ ആ സമയത്ത് ഞാൻ ഇട്ടിട്ട് പോന്നു. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ നിവൃത്തികളോട് ചെയ്തു പോയതാണ്. പിന്നെ എനിക്കൊരു ജീവിതം കിട്ടി. ഒരു പക്ഷേങ്കില് അത് നിന്റെ ശാപമാണെന്ന് എനിക്കറിയില്ല. ആ ജീവിതം എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് പറ്റിയില്ലല്ലോ. അങ്ങനൊന്നും പറയില്ലമ്മേ. ഞാൻ അമ്മയെ ശപിക്കാനോ? മോനെ, നീ അമ്മേനെ ശപിക്കരുത്. അന്ന് നിന്നെ കൊണ്ട് ഞാൻ പോന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ ജീവിതം എങ്ങനെയാവുന്ന പോലും എനിക്കറിയില്ലായിരുന്നു. മരിക്കാൻ തീരുമാനിച്ച ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് നിനക്കറിയാലോ. നിന്റെ അച്ഛനെ അത്രയ്ക്ക് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ വേറൊരാളാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ തകർന്നു പോയി. ആ ഒരു വേദന അത് അനുഭവിച്ചൊരു പെണ്ണിനെ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പിന്നെ എനിക്ക് തോന്നി അവിടെ ഞാൻ നിന്നിട്ടും കാര്യമില്ല. എനിക്കൊരു വിലയില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് പോലും. അപ്രതീക്ഷിതമായിട്ടാണ് അന്ന് വേണുവേട്ടനെ കണ്ടുമുട്ടിയത്. ഇല്ലായിരുന്നെങ്കിൽ പക്ഷെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹത്തോട്. ഞാൻ ആ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചു. പക്ഷെ അതെല്ലാം നല്ലതിന് വേണ്ടി മാത്രമായിരുന്നു. അങ്ങനെയൊക്കെ ലക്ഷ്മിയമ്മ എല്ലാ കാര്യങ്ങളും സേതുവിനോട് പറയുന്നുണ്ട്. സേതുവിനാണെങ്കിലോ എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയില്ല. പിന്നീട് മയൂരിയെക്കുറിച്ച് വാതോരാതെ ലക്ഷ്മിയമ്മ സംസാരിക്കുന്നുണ്ട്. ആ സമയം സേതു പറഞ്ഞു, അതെ അമ്മ വിഷമിക്കൊന്നും വേണ്ട. മയൂരിക്ക് പറ്റിയ നല്ലൊരു ചെറുപ്പക്കാരൻ നമ്മൾ എന്താണല്ലോ ഉറപ്പായിട്ടും കണ്ടെത്തും. അവളുടെ കല്യാണം നടത്തുക തന്നെ ചെയ്യും. ഇനിയിപ്പം അതൊന്നും ഓർത്ത് അമ്മയ്ക്ക് ടെൻഷൻ വേണ്ട. ഒരു കല്യാണം മുടങ്ങിപ്പോയെന്ന് ഓർത്തുണ്ട് വേറെ കല്യാണം ഒന്നും വരാതിരിക്കില്ല. അവള് നല്ല പെൺകുട്ടിയല്ലേ അമ്മേ. പോരാത്തന്നെ അവള് പഠിച്ചുകൊണ്ടും കൂടി ഇരിക്കുമല്ലേ. അവള് പഠിക്കട്ടെ. അവൾക്ക് നല്ലൊരു ആലോചന അതെ അവളുടെ ഈ സേതുവേട്ടൻ കൊണ്ടേ കൊടുക്കൂന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഈ സമയത്ത് പല്ലവി സേതുവിനെ വിളിക്കുവാണ്. സേതുവിനെ വിളിച്ച് വിശേഷങ്ങൾ തിരക്കണ സമയത്ത് സേതു പറഞ്ഞു, ഞാനും അമ്മയും കൂടെ മുറ്റത്തോടെ ഇങ്ങനെ നടക്കാന്ന് പറയണം. എന്നാൽ ഫോണിൽ ലൗഡ് സ്പീക്കർ ഇട, എനിക്കും അമ്മയോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പല്ലവി സംസാരിക്കണം ലക്ഷ്മിയമ്മയോട്. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ ചോദിച്ചു, അല്ല മോൾ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരണേന്ന് ചോദിക്കുക. ഞാൻ ഇത്തിരി കഴിയുമ്പോൾ വന്നേക്കാം അമ്മയെന്ന് പറയണ. പിന്നീട് അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷമാണ് കോള് കട്ട് ചെയ്യുന്നത്. ആ സമയത്ത് സേതുവിനോട് ലക്ഷ്മിയമ്മ പറഞ്ഞു, നിനക്ക് കിട്ടാന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു ബന്ധമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. അവളാളും മിടിക്കുകയാണ്. എനിക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ അത് മനസ്സിലായായിരുന്നു. സേതു പറഞ്ഞു, അതെ എന്റെ ജീവിതത്തിലെ ശരിക്കും പറഞ്ഞ പുണ്യവാ. അവളെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടെന്ന് നമുക്കറിയാവോ. പിന്നീട് ആ കഥകളൊക്കെ പറയണം.
ഇന്ദ്രനുമായിട്ടുള്ള ഡിവോഴ്സിനെ പറ്റി അതിനെക്കുറിച്ച് അതൊന്നും ലക്ഷ്മിയമ്മയ്ക്ക് അറിയത്തുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ കുറെ കഥകളും കാര്യങ്ങളൊക്കെ ലക്ഷ്മിയമ്മയോട് സേതു പറഞ്ഞു. ഈ സമയത്ത് ഇന്ദ്രനും പ്രതാപനും കൂടെ പുതിയ പ്ലാനിങ് നടത്തുവാണ്. പല്ലവി ഒരു കാരണവശാലും അങ്ങോട്ട് പോകാൻ പാടില്ല. ആ സമയം ഇന്ദ്രനോട് പ്രതാപൻ ചോദിക്കുകയും ചെയ്തു, അല്ല ഇന്ദ്ര, അവള് പോവാതിരിക്കുക ചെയ്യട്ടെ, അതിന് നിനക്കപ്പം എന്താന്ന്. പക്ഷെ ഇന്ദ്രന്റെ മനസ്സിലെ താല്പര്യം എന്താന്ന് പ്രതാപൻ അറിയില്ലല്ലോ. അവൾ അങ്ങോട്ട് പോകുന്ന ഒട്ടും ഇഷ്ടമില്ല, സേതുവിന്റെ അടുത്ത് പോയി നിൽക്കുന്നതൊക്കെ. കാരണം ഇന്ദ്രന്റെ തന്റെ കൺമുന്നിൽ തന്നെ അവൾ കാണണം. അവളോട് ദേഷ്യപ്പെട്ടാലും ഇല്ലെങ്കിലും അവള് തന്നോടൊപ്പം അവിടെ ആ വീട്ടിൽ തന്നെ കാണണമെന്നൊരു ചിന്തയായിരുന്നു ഇന്ദ്രന്റെ മനസ്സിലുണ്ടായിരുന്നേ. ആ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു, അതൊന്നും ഇപ്പൊ നിന്നോട് പറയാൻ പറ്റുന്ന കാര്യമില്ല. അങ്ങനെ ഇപ്പൊ അവൾ അങ്ങോട്ടേക്ക് പോകണ്ട, എന്തേലും തന്ത്രം പ്രയോഗിച്ചാൽ മതി അവളെന്ന് പറഞ്ഞു. ആ സമയം പ്രതാപൻ പറഞ്ഞു, ഇപ്പൊ ഞാനിപ്പോ എന്ത് പറയണേ? കാരണം ഈ വീട്ടിൽ നിന്ന് അവള് പോകുന്ന സമയത്ത് അവളെ നമുക്ക് തടയാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യുന്നില്ല, നിന്റെ മനസ്സിൽ എന്തേലും തോന്നുന്നുണ്ടെങ്കിൽ നീ അതുപോലെ ചെയ്യാനൊക്കെ പറയാണ്. കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പോവാനായിട്ട് റെഡിയായി. അങ്ങനെ പോകാൻ റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരണ സമയത്ത് ഇന്ദ്രൻ അങ്ങോട്ട് ചെല്ലുന്നത്. ഇന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോൾ പല്ലവിക്ക് നല്ല ദേഷ്യമായി. അല്ലെങ്കിൽ തന്നെ പല്ലവിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, പല്ലവിയുടെ സാരി എടുത്തുകൊണ്ട് പോയി അവൻ അലമാരിക്കകത്തുകൊണ്ടേ വെച്ചില്ലേ, അത് അച്ചു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി മോഹൻ തിരിച്ചങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഇന്ദ്രൻ ചോദിച്ചു, ഓ അങ്ങോട്ടേക്ക് സേതുവിന്റെ അടുത്തേക്ക് പോകുമായിരിക്കും അല്ലേ? എന്താ ഞാൻ എന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് പോകുന്നേ, ഇന്ദ്രൻ എന്താ കുഴപ്പമെന്ന് ചോദിക്കാം. ഓ എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ലേ, ഭർത്താവിനെ കാണാതിരിക്കത്തില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി കളിയാക്കുന്ന രീതി സംസാരിച്ചു. പല്ലവിക്ക് അത് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല. പല്ലവി പറഞ്ഞു, അതെ നിന്റെ ഈ അഭ്യാസോടൊന്നും എന്റെ അടുത്ത് വേണ്ട, പറഞ്ഞ കേട്ടല്ലോ. നീ ആരാ എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഇന്ദിര. എന്റെ സാരി എടുത്തോട് പോയി നീ അലമാരിക്കകത്ത് വെച്ചില്ലേ, എടാ നാണമുണ്ടോടാ? നിനക്കൊരു ഭാര്യ ഉണ്ട് ഇപ്പം, ഋതു. അതെന്താടാ നീ മനസ്സിലാക്കാത്തെ? ആ സമയത്താണ് സ്റ്റെയർ കേസ് ഇറങ്ങി ഋതു അങ്ങോട്ടേക്ക് വരുന്നത്. ഋതു അങ്ങനെ പകുതി വന്നപ്പോൾ ഇവര് നമ്മളുടെ സംസാരം കേൾക്കൊണ്ട് ഋതു അവിടെ സ്റ്റക്കായിട്ട് നിന്നു. കാരണം ഋതുവിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. ആ സമയം പല്ലവി പറഞ്ഞു, എടാ ഇത്തിരെങ്കിലും നാണോ മാനോ ഉള്ളവനാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല. നിന്റെ ഭാര്യ പ്രഗ്നന്റാ, അവളെ നോക്കി മാന്യമര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. പിന്നെ ഉണ്ടല്ലോ, നീ ചെയ്ത തരവഴിത്തരങ്ങളൊക്കെ സേതുവണ്ണോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കത്തുള്ളൂ. സഹിക്കാവുന്നതിനും ക്ഷമിക്കാവുന്നതിനും മാക്സിമം സഹിച്ച് ക്ഷമിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. ഇനി ആയിട്ടുണ്ടല്ലോ പിന്നെ എന്ത് ചെയ്യുന്നീ? നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ പല്ലവി പറഞ്ഞു, നിന്റെ ഈ തേർഡ് റൈറ്റ് നാടകങ്ങളും കാര്യങ്ങളൊക്കെ അത് നിന്റെ വീട്ടിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ചാൽ മതി, അത് പൊന്നുമടത്ത് ഇറക്കണ്ട. പറഞ്ഞു കേട്ടല്ലോ, ഈ പല്ലവിയുടെ അടുത്തും വേണ്ട. പല്ലവിയുടെ അടുത്ത് നീ പല നാടകങ്ങളും കളിച്ചിട്ടുണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ പാവം ഋതു നിന്റെ നാടകത്തിൽ വീണുപോയി. അവൾ നിന്റെ ചതി മനസ്സിലാക്കിയില്ല. പക്ഷെ ഇനിയും നീ അവളെ വേദനിപ്പിക്കാൻ മുതിർന്നിട്ടുണ്ടെങ്കിൽ നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ നിന്നെ വെച്ചേക്കില്ല, സേതുവേട്ടൻ അറിഞ്ഞോണ്ടല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പോ ഇന്ദ്രൻ പറഞ്ഞു, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലടി. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യ. പിന്നെ നിനക്കൊരു വിചാരം ഉണ്ടായിരിക്കും, നീ ഈ പൊന്നുമടത്തിലെ അധിപതിയാണ്, നീ ഇവിടെ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന്. അതൊക്കെ വെറും നിന്റെ തോന്നല് മാത്രമാ. പൊന്നുമടത്ത് നീ ഇല്ലെങ്കിൽ സൂര്യൻ ഉദിക്കില്ലെന്നൊക്കെ ആയിരിക്കും നിന്റെ തോന്നല്, അതൊക്കെ വെറുതെയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, അതെ അതൊക്കെ നിന്റെ തോന്നല് മാത്ര. ഞാന് സേതുവേട്ടൻ പൊന്നുമടത്തിൽ ആരാന്ന് നിനക്ക് വൈകാതെ മനസ്സിലായിക്കോളും. നിന്നോട് തർക്കിച്ചിരിക്കാൻ എനിക്ക് സമയമില്ലെന്നൊക്കെ പറയണം. ഇതെല്ലാം കേട്ടിഞ്ഞപ്പോ ഋതുവിന് നല്ല വിഷമായി. ഇന്ദ്രന്റെ സ്വഭാവം എന്താ ഏതാന്നൊക്കെ ഋതുവിന് നന്നായിട്ട് അറിയായിരുന്നു. പല്ലവിയെ പറഞ്ഞു വിടാനായിട്ട് പല നാടകങ്ങളും ഇന്ദ്രൻ കളിച്ചു നോക്കി. പക്ഷെ അതൊന്നും ബലവത്തായില്ല. പല്ലവി സേതുവിന്റെ അടുത്തേക്ക് അങ്ങനെ പോകാനായിട്ട് ഇറങ്ങുകയും ചെയ്തു. ഇന്ദ്രന് നല്ല ദേഷ്യമായി. ആ ദേഷ്യം ഋതുവിനോട് തീർക്കാനായിട്ടാണ് ഇന്ദ്രന്റെ മുറിയിലേക്ക് ചെല്ലുന്നത്. കാരണം എന്തേലും അവന്റെ മനസ്സിൽ ദേഷ്യം ഉണ്ടെങ്കിൽ ഋതു ആരെങ്കിലും ആ മുമ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് ഋതുവിനോട് അത് തീർക്കുകയും ചെയ്യും. ഋതുവിന് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചൊക്കെ ഋതു സഹിക്കും, ക്ഷമിക്കും. പിന്നെ ഋതു മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവുക ചെയ്യുന്നത്, അല്ലാതെ വേറൊരു നിവൃത്തിയില്ലായിരുന്നു. ആ സമയത്ത് ഏതോ ലക്ഷ്മിയമ്മ കൂടെ സംസാരിച്ച് നടക്കുന്ന സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു, എന്റെ മോളുടെ കല്യാണം മുടക്കാനായിട്ട് ആരോ വേണുവേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുക. അത് ആരാ എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നെങ്കിലും ഒരിക്കല് അത് ആരാന്നുള്ള സത്യം ഞാൻ അറിയും. പക്ഷെ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അയാൾക്ക് ഞാൻ മാപ്പ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, വിഷമിക്കണ്ട അമ്മേ, അത് ആരാണെങ്കിലും നമുക്ക് അവരെ കണ്ടുപിടിക്കാം. ആര് ചെയ്താണെങ്കിലും മയൂരിയുടെ കല്യാണം മുടക്കാൻ ആര് ചെയ്താണെങ്കിലും അമ്മയോടൊപ്പം ഞാനും ഉണ്ട് എന്ന് പറയണം. ലക്ഷ്മി പറഞ്ഞു, അവർക്ക് മാത്രം ഞാൻ മാപ്പ് കൊടുക്കില്ല എന്ന് പറയണം. കാരണം ഇന്ദ്രനാണ് വേഷം മാറി സേതുവിന്റെ വേഷം ഇട്ട് അങ്ങോട്ട് ചെന്നെന്നുള്ള കാര്യം ഈ പറയുന്ന ലക്ഷ്മിയമ്മയ്ക്കൊന്നും അറിയത്തില്ല. അപ്പൊ വേണുവിന് അറിയാവുന്ന ഒരേ ഒരു കാര്യം സേതുമാധവനാണ് തൻ്റെ അടുത്ത് വന്നേന്ന. അങ്ങനെ ലക്ഷ്മിയമ്മ ആ ശബ്ദമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.